ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ തന്നെ ഒരേപോലത്തെ ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഇന്നലെ സ്റ്റുഡിയോയിൽ പോയ സമയത്ത് എനിക്ക് ഡ്രസ്സ് മേടിക്കുമ്പോൾ ഞാൻ അവൾക്കും അതേപോലത്തെ ഒരു ഡ്രസ്സാണ് മേടിച്ചിട്ടുള്ളത്. സെയിം അല്ലേ? അതല്ല, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ എന്നോട് ചോദിക്കാം ജെൻസി സെലക്ഷൻ ആയിരിക്കൂലേ എന്ന്. അവൾക്ക് ശരിയാണ്, അവൾക്ക് 22 വയസ്സാണ്. ശരിയാ അസ്ലാന്റെ വീട്ടിലാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയിട്ടുണ്ടായത്. ഇപ്പോൾ നമ്മൾ തിരൂര് ഭാഗത്താണ് ഉള്ളത്. എണീക്കുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. കടുങ്ങാത്തുകുണ്ട്. യെസ്, കടുങ്ങാത്തുകുണ്ട്. അപ്പോൾ നസ്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു അടിപൊളി ബിരിയാണി കിട്ടുന്ന ഷോപ്പുണ്ട്. ഇത് പണ്ട് കോസ്റ്റാറിക്ക ഉള്ളപ്പോൾ പറഞ്ഞതാണ്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അല്ലേ, കഴിക്കാനല്ലേ പോണ് അങ്ങോട്ട്. അതെന്താ സ്കൂളാണ് കേട്ടോ, അസ്ലാന്റെ വീടിനോട് ചേർന്ന് തന്നെ. ഇവിടുത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ ഇല്ലേ? നീ ഇവിടെ അല്ലല്ലോ പഠിച്ച്. എന്താ തൊട്ടപ്പുറം ഉള്ളതുകൊണ്ടാ പഠിക്കാത്ത? ഓ അങ്ങനെ, ഗവൺമെന്റിലൊന്നും പഠിക്കൂല. നീ CBSE? കേരള ഗവൺമെന്റ്. ഓക്കെ, ഞാനും 5ാം ക്ലാസ് വരെ ഞാൻ CBSE. അല്ല, 4ാം ക്ലാസ് കഴിഞ്ഞപ്പോ. ഓക്കെ, സ്റ്റേറ്റില് പഠിക്കുന്നതിന്റെ ഒരു ത്രില്ല് തന്നെ. അതെ അതെ അതെ, CBSE ഒരുമാതിരി ഒരു ഫ്രീഡം ഉണ്ടാവില്ല. ഇത് ഗവൺമെന്റ് CHC, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതൊക്കെയറിയാം, എൻ്റെ ഡാഡി PHCയിലല്ലോ വർക്ക് ചെയ്തിരുന്നു. ഇതിന്റെ ബാക്കിൽ ജില്ലാ ആയുർവേദ ആശുപത്രി. ഓ, ഉള്ള സംഭവങ്ങൾ ഇവിടെ ഗവൺമെന്റിന്റെ തൊട്ടപ്പുറേ അസ്ലാന്റെ വീട് സീനി. ഒരു ഓർഫനേജ്, പറഞ്ഞിട്ടുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഓർഫനേജ് ആണ്. അപ്പുറത്തെ അൻസാർ അറബിക് കോളേജ്. ഞാൻ ഈ വഴി പാസ് ചെയ്തിട്ടുള്ള പോലെ ഒരു ഫീൽ ഉണ്ട് എനിക്ക്. മീശപ്പടിയാണെങ്കിൽ ഇത് കൂടെ ഞാൻ മീശപ്പടിക്ക് ലിഫ്റ്റ് അടിച്ചാ പോയിട്ടുള്ളത്. അതന്നെ. അപ്പൊ ഈ വഴി ഞാൻ പാസ് ചെയ്തിട്ടുണ്ട് മുന്നേ. എന്റെ ഫ്രണ്ടിന്റെ വീട് തൊട്ടപ്പുറണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടപ്പോൾ കൂടി പറഞ്ഞത് അതാണ്. ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല. റോഡിലേക്കാ പോകുന്നത്. എല്ലാവർക്കും പറ്റൂല. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ ഫുഡും ഇഷ്ടമാണ്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഭയങ്കര ക്രേവിങ്സ് ആണ് അല്ലേ, കഴിക്കാനായിട്ട്. അതാണ്, അതുകൊണ്ട് നോക്കി നോക്കാം, കഴിച്ചു നോക്കാം. ഇവിടെ അതാ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. നല്ല കുട്ടൻ ബിരിയാണി. എന്താ പറയുന്നത്? കുട്ടൻ ബിരിയാണി. ഇത് ഇളം ബീഫിനല്ലേ കുട്ടൻ പറയുന്നത്. അപ്പം അത് കഴിക്കാൻ വന്നേക്കും. പിന്നെന്താ, അബുദാബിയിലുണ്ട്. ഓക്കെ ഓക്കെ, ഇതാ ബീഫ് ഡ്രൈ ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടങ്ങല്ലേ? ഞാൻ കഴിച്ചോട്ടെ കേട്ടോ, അങ്ങനെ ഉണ്ടെന്ന്. ഇവിടുത്തെ ബിരിയാണി എനിക്കിഷ്ടമുള്ള ടൈപ്പാണ്. നല്ല രസമുണ്ട്. ചട്നി കുറേ സാധനം നല്ല രസമുണ്ട്. അടിപൊളി. അതെന്തിനാ? അത് ഇവിടെ ഉള്ളതാണ്, ഞാൻ കണ്ടിട്ടില്ലേ. സെയിം സാധന. നമ്മളങ്ങനെ കാറിൽ പോവാണ്. നല്ല കുട്ടൻ ബിരിയാണി കഴിച്ചു. മസ്തായിരിക്കുന്ന അരുണും അതോടൊന്നും വേണ്ടുന്നില്ല. ഫുള്ളായി. അടിപൊളിയായിരുന്നു അല്ലേ? വീട്ടിൽ സ്റ്റോപ്പ് ചെയ്യും. കാനഡ വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ നാട്ടിൽ വന്നല്ലോ, എന്തായാലും എല്ലാ വിസ എടുക്കാന്ന് വെച്ചു. സ്പെയിൻ്റെ വിസ കിട്ടിയ കാര്യം വീഡിയോയിൽ പറഞ്ഞോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. സ്പെയിൻ്റെ വിസ എനിക്ക് 3 ദിവസം കൊണ്ട് കിട്ടി. ഈസി ആയിരുന്നു, എല്ലാം ഷടോടെന്നായിരുന്നു കേട്ടോ. ഈസി ആയിരുന്നു. ജസ്റ്റ് 3 ഡേയ്സിലാണ് എനിക്ക് കിട്ടിയത്, 3 വർക്കിംഗ് ഡേയ്സിൽ. സോ സ്പെയിൻ കിട്ടി. ഞാൻ സ്പെയിനിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടില്ല, എന്നാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പം അതിന് മുന്നേ കാനഡ അപ്ലൈ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാനുള്ളത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിവിടെ ഉള്ളൊരു സ്ഥാപനത്തിലേക്ക് വന്നേക്കാണ്. ശാന്തി ഭവൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അസ്ല ഇവിടെ വളണ്ടിയറിങ് ഒക്കെ ചെയ്യുന്നതാണ് അല്ലേ അസ്ല? പുത്തനത്താണി രണ്ടത്താണിൻ്റെ ഇടയിൽ പൂവഞ്ചന എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത്. ഓക്കെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാപനം, നമ്മളെല്ലാ സ്പെഷ്യൽ ഒക്കേഷനിലും വരുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ഒരു ചിൽഡ്രൻസ് ഹോമാണ്. ചിൽഡ്രൻസ് ഹോമുണ്ട്, ഫൗണ്ട്ലിംഗ് ഹോമുണ്ട്, ഗേൾസ് ഹോമുണ്ട്, ബോയ്സ് ഹോമുണ്ട്. 75ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ ഓർഫൻസ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ട്.
അത് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പല രീതിയിൽ വരുന്ന കുട്ടികൾ. അരുണിമക്കൊന്ന് ഈ സ്ഥാപനം വിസിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ജാതിപഥം ഭേദമന്യേ എല്ലാ ആളുകളും ഒരേപോലെ ഇതാക്കുന്നതാണ്. ഇതൊരു രണ്ടത്താണി യുവത ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അണ്ടറിലാണ്. ഇവിടുത്തെ ഒരു മാഷ്മാരുള്ള അധ്യാപകരുടെ ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ അണ്ടറിലാണ് ഈ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, എന്തായാലും ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവഴി പോകുന്ന സമയത്താണെങ്കിൽ വരികയാണെങ്കിൽ ഓക്കെ, നല്ലതാണ്. പിന്നെ ഇവിടെ കുറേ ആളുകളുണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ആളുകൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ, കുട്ടികളൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. തികച്ചും ക്രൗഡ് ഫണ്ടിങ്ങിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ഇതുപോലെ ആളുകൾ ഇപ്പം കൂലിപ്പണി എടുക്കുന്ന ആളുകൾ മുതൽ ഇതിൻ്റെ മെമ്പേഴ്സായിട്ടുള്ള ഞങ്ങളടക്കം വളണ്ടിയേഴ്സൊക്കെ വരിസംഖ്യയൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള കോൺട്രിബ്യൂഷനാണ് ഈ സ്ഥാപനം അങ്ങനെ ഇതായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള അപ്പോൾ നമ്മൾ ഉള്ളിൽ 2 കുട്ടികളെ കണ്ടില്ലേ, സെറിബ്രൽ പാൾസിയും ഓട്ടീസൊക്കെ ബാധിച്ച അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ഥാപനം ഇപ്പോൾ പണി വന്നുകൊണ്ടിരിക്കുന്നു. ഫണ്ടിൻ്റെ ഷോർട്ടേജ് ആയതുകൊണ്ട് ഇങ്ങനെ പണി ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് ഇതൊന്നും അത്രയ്ക്ക് ഇല്ല അല്ലേ? ഗവൺമെന്റിന്റെ സപ്പോർട്ടുകൾ വളരെ കുറവാണ്. പക്ഷെ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമാണ്. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരള, CWC. അതിന്റെ അണ്ടറിലുള്ള JJ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ അണ്ടറിലുള്ള സ്ഥാപനമാണ്. ഇവർക്ക് വരുന്ന ഓരോ കുട്ടികളും ഗവൺമെന്റ് അയക്കുന്ന കുട്ടികളാണ്. ഇവിടുന്ന് ഡൊണേഷൻ പോകുന്ന അഡോപ്ഷൻ പോകുന്ന ഓരോ കുട്ടികളും അതും ഗവൺമെന്റ് ത്രൂ ആണ് പോകുന്നത്. അങ്ങനത്തെ ഒരു സ്ഥാപനമാണ്. നമുക്ക് അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ എന്തോ നമുക്ക് ഓൺലൈൻ സൈറ്റിൽ അത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ കാരാന്നാണ് വെബ്സൈറ്റ് ഉണ്ട്, അത് ത്രൂ ആണ്. അതെ, അപ്പൊ ഇവിടുന്ന് തന്നെയാണ് കുറെ ആൾക്കാർ അഡോപ്റ്റ് ചെയ്ത് അങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു 5 മാസം 6 മാസത്തിന് താഴെയുള്ള കുട്ടികളെയാണ് കൂടുതൽ അഡോപ്റ്റ് ചെയ്ത് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. അതെ, ഇവിടുന്ന് പിന്നെ നമുക്ക് ഇറ്റലിക്ക് വരെ ഒരു കുട്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ചെറിയ പ്രായത്തിലുള്ള 1 വയസ്സിൽ പോയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ, കോട്ടക്കൽ തിരൂർ ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാവരും ഈ സ്ഥാപനം വിസിറ്റ് ചെയ്യുക. നമ്മളെ സ്വന്തം സ്ഥാപനമാണ്, നമ്മളെ എല്ലാ ടൈമും ഉണ്ടാകുന്ന സ്ഥാപനമാണ്. അപ്പം അത് നിങ്ങൾക്കൊരു നല്ലൊരു അനുഭവമാവും എന്തായാലും, തീർച്ചയായിട്ടും. താങ്ക് യു. നാഡിബലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കഴിക്കാൻ വേണ്ടിയതാ കണ്ടോ മോളില് നാഡിബലം എന്ന് കാണുന്നത്. ഞാൻ നാഡിബലം അസ്ല പറഞ്ഞപ്പോ ഞാൻ ഇവിടെ എന്താ കുടിക്കാനുള്ള സാധനം അല്ലേ, നാഡിബലം കേൾക്കുമ്പോ നമ്മളെന്താ എന്തോ ഒരു കുടിക്കാനുള്ള സാധനം അങ്ങനെയാണ് നമുക്ക് തോന്നിയത്. കാരണം എന്താ, നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഊട്ടി പറക്കിയൊക്കെ കഴിച്ച് ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് പറഞ്ഞ് നാഡീബലം കഴിക്കാൻ പോവാന്നും പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. ഞാനിതിങ്ങനെ പല വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. അപ്പം അത് കഴിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നാണ് അല്ലേ. ഇവിടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള എന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കി നല്ല ഷുഗറാന്ന് പറഞ്ഞാ, ജാഗറി അല്ലേ? ഓക്കെ, നോക്കി നോക്കാം എന്തായാലും ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് അല്ലേ. ഇവിടെ ലൈവായിട്ട് കിട്ടുട്ടോ, ഇതാണ് സാധനം. അവിടെ എഴുതി വെച്ചതൊക്കെ നോക്ക്, ഇവിടെ എത്ര സ്ഥലത്ത് മാത്രമാണ് ഇത് കിട്ടുള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവാദി അവരല്ലാന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജമായിട്ട് കിട്ടുന്നുണ്ട് ഇതൊക്കെ എഴുതി വെച്ചിട്ട്. കഴിച്ചോക്ക് എങ്ങനെയുണ്ട്, നല്ല മിഠായി. ഇത് 2 കിലോ 3 കിലോനൊക്കെ ആയിട്ട് സൗദിയിലും ദുബായിലൊക്കെ അതിലൊക്കെ പോകും. ഓക്കെ, ഇത് എടുക്കും. എന്തോ എന്തൊക്കെ എന്തൊക്കെ ടേസ്റ്റ് ആണല്ലോ വരുന്നത്. തേങ്ങേന്റെ ഒരു ഇതുണ്ട് ഇവിടെ, കണ്ടു. പക്ഷെ തേങ്ങ ടേസ്റ്റ് ഇല്ല, വേറെ ഒന്നും ടേസ്റ്റാ, വെറൈറ്റി ആയിട്ടില്ല അല്ലേ. മുളേരി പായസം ഇതുവരെ കുടിച്ചിട്ടില്ല എന്നാണ്ടോ പറയുന്നത്. കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിനാ? ഓക്കെ. പിന്നെന്താ ഇതുവരെ മുളേരി പായസം അല്ല, അത് മുളയരിയാണിത്. നീ അതോ വേറെ പായസാണോ കുടിച്ചിട്ടുള്ളത്? ഇത് വേറെയാണ്, മുളേന്റെ അരിയാണ്. അറിയോ? കുടിച്ചിന്? സംശയാണ് ണ്ടോ? മുളയരിയും ഇവിടെ പാലട ഉണ്ട് കേട്ടോ. പോണ വഴിക്ക് നമ്മള് കണ്ടാണ്. ഞാനിവിടെ ഒരു സ്ഥലത്തേക്ക് പോവാണേ. ഉണ്ട് അതന്നെ. ഒരു പാലടി എടുത്തോളൂ. അവിടുന്ന് എല്ലാം ഇറങ്ങിയിട്ട് വേറൊരു ഓൾഡ് ഏജ് ഹോമിലൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ യെസ്, അത് കഴിഞ്ഞിട്ട് അസ്ല
എന്താ പറയാ കുഞ്ചുവിന്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഓക്കെ, എന്താ കൊച്ചുകള് 2 വയസ്സ് മാറ്റാം, 24, 22, 26. നമ്മൾ 3 പേരും 2 വയസ്സ് അല്ലേ? എന്റെ ഒരു ഫ്രണ്ട് കൂടെ വരുന്നുണ്ട്. അവിനാശ് വന്നില്ലേ? നിങ്ങള് ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഗുരുവായൂർ വീട്ടിലെല്ലാം പോയ അവിനാശും കൂടെ വന്നിട്ടുണ്ട്. അവിനാശ് വേറെ ആർക്കോ എന്തോ നെറ്റിപ്പട്ടം കൊടുക്കാൻ വേണ്ടി വന്നോന്നാ പറഞ്ഞത് വല്ലപ്പോഴേക്ക്. അപ്പൊ തൃശ്ശൂരാര് പിന്നെ ഫുള്ള് ആനയും പരിപാടിയല്ലേ. കുഞ്ചുവിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ചിക്ക് ബുക്കോ എവിടേക്ക് പോണെന്ന് പറഞ്ഞ് അങ്ങനെ അതിന് വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ. ഫ്രണ്ട് പാവൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, അവള് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കുറച്ച് കഴിക്കുന്നു, ഇവിടെ നമ്മൾ കുറച്ച് കഴിക്കുന്നു, എല്ലായിടത്തും കുറച്ച് ഹാപ്പി ആക്കുന്നു. അതെ. സോ പോയേക്കാം. നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാല് ഫുഡിനൊരു കുറവുണ്ടാവില്ല. അതുണ്ടാവൂല, അതെനിക്കറിയാം. അത് നിന്നല്ല, ലൈക് നിങ്ങളെ നാട് സത്യം, അത് ഞാൻ എഗ്രി ചെയ്യാണ്. നിന്റെ നാടും എഗ്രി ചെയ്യാം. മലബാർ ലൈക് മലപ്പുറം ആയാലും കോഴിക്കോടായാലും കണ്ണൂരായാലും കാസർഗോഡായാലും ഒക്കെ ഞാനത് എഗ്രി ചെയ്യാണ്. എന്തുറ്റിയേ അല്ലേ? ഇവര് നല്ലപോലെ ട്രീറ്റ് ചെയ്യാ. നീ ആയാലും നിന്റെ വീട്ടിലായാലും നോ കോംപ്രമൈസ് ഫുഡെല്ലാം അല്ലേ? നിങ്ങള് അറിയാം, അവളുടെ വീട്ടിൽ ചെന്നപ്പോഴായാലും ഫുൾ അടിപൊളിയായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നല്ല രസമാണ്. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ സൈഡിൽ ആരെങ്കിലും കെട്ടണം. പക്ഷെ കല്യാണം കഴിക്കാൻ പ്ലാൻ ഇല്ല. എന്താ ചെയ്യാ? ഇങ്ങനെയാണെങ്കിൽ എന്താ ഒരാളെ കെട്ടാന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം. ലെറ്റ്സ് ഗോ. അവിനാശ് എവിടെ? എനിക്കറിയില്ല, വിളിച്ചു നോക്ക്, ലൊക്കേഷൻ അയച്ചു കൊടുക്ക്. ഇവിടെ നമ്മളെ ബ്രോസ്റ്റഡ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കുഞ്ചു കഴിക്ക്, നിനക്ക് വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. ഹായ് അവിനാശ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെതാ അസ്ല കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്ല ഫുഡ് കഴിക്കുമ്പോ സംസാരിക്കാറില്ല, അത് ബിസിയാണ്. നോക്ക്, മൈൻഡ് ആക്കുന്നില്ല, ബിസിയാണെന്ന്. പിന്നെ അവിനാശിന്റെ എൻഗേജ്മെന്റ് ആണ് മറ്റൊന്ന് എല്ലാരും വരെ. തൃശ്ശൂർ എൻഗേജ്മെന്റ് ട്രിവാൻഡ്രത്ത്. ഫ്യൂച്ചർ വൈഫിന്റെ വീട് ട്രിവാൻഡ്രം, പെങ്കൊച്ചിന്റെ അടുത്തല്ലേ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. മറ്റതാ കല്യാണം എന്നാ അവിനാശേ? ഓക്കെ. പിള്ളേരോ? അവർക്ക് 30 വയസ്സായി. 30, 24, 22, 26 ഞാന്. അങ്ങനെ നമ്മള് ഷെമീന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ അയച്ചപ്പോ കറക്റ്റ് ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെ ഷെമീനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ? ഷെമി എവിടെ? പിന്നെ എവിടെ കാറിടാ? ഇവിടെ ഓളുടെ കാറിടാനുള്ള സ്ഥലമല്ല, ഓളുടെ 2-3 കാറ് ഇടാനുള്ള സ്ഥലമല്ല. പറഞ്ഞു ഞാൻ വീഡിയോയില് നോക്ക്, അസ്ലാവും ഉറങ്ങി. ഞാൻ അസ്ലാന്റെ അടുത്ത് പറഞ്ഞതാണ് മോൻ ഉറങ്ങും മോൻക്ക് കൊടുത്തോ പറഞ്ഞതാ. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് മാത്രം ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഷെമിന്റെ വീട് എന്റെ വീട് തന്നെയാണ്. അല്ല, ഷെമിന്റെ വീട് എന്റെ വീട് തന്നെയാണ്. നിന്റെ വീട് അവിടെ ഉള്ളൂന്ന്. ശരി, വിളിക്കാൻ പോയിട്ടുള്ളതുകൊണ്ട് മോനെ പാവം ഉറങ്ങിക്കൊണ്ടിരുന്ന ചെക്കനെ വളർത്താൻ പോയി. നീ പറഞ്ഞിട്ട് വളർത്താൻ എന്നോട് വരാട്ടോ. നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ ആണുള്ളത്. ഇത് ഞാൻ പെറുവിലുള്ള സമയത്ത് ഷെമീനെ വിളിച്ച് പറഞ്ഞാണ് കേട്ടോ. പിന്നെ വരാൻ പറ്റിയിട്ടില്ല, വരാൻ സമയം കിട്ടിയിട്ടില്ല സത്യം. അതുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് ടൈം ആയത്. ഞാൻ ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. ഞാൻ കഴിക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
മീൻകറി ഇവിടെ മീൻകറി ചിക്കൻ കറി എല്ലാം ഉണ്ട്, മീൻകറി എല്ലാം ഉണ്ട്. ഷെമിനെ പറ്റിച്ചു. ഷെമിന്റെ അമ്മേനെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് ചിക്കൻ കറി. ഇത് അവളുടെ ചിക്കൻ കറി അല്ല, അത് ഷെമിന്റെ ചിക്കൻ കറി അല്ല. അതാ കണ്ടോ, ഷെമിന്റെ ചിക്കൻ കറി ഇങ്ങനല്ല. നോക്ക്, ഷെമിക്ക് മടിയല്ലേ. ഓക്കെ, ഇത് മോശമാണെന്നല്ല, അടിപൊളിയാണ്. പക്ഷെ ഷെമീന്റെ ഇത് വേറൊരു ഫ്ലേവർ ഉണ്ട്, വേറെ ടേസ്റ്റ്. അതാണ് എന്റെ ഫേവറേറ്റ്. ഇതല്ല എന്റെ ഫേവറേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. പക്ഷെ ഷെമീന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്, അത് അതല്ലേ അടിപൊളി. മോഡിഫിക്കേഷൻ എന്തായാലും സൂപ്പറാണ്. ഇത് ഫുഡും കൊള്ളാം, അടിപൊളിയാണ്. ഇന്നലെ ഷെമീന്റെ വീട്ടിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം വൈകിട്ടായിട്ടുണ്ട്. ഞാനിത് അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഫുള്ള് വിസ കുറച്ച് അപ്ലൈ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കാനഡേന്റെ. അതിന്റെ ട്രാവൽ ഹിസ്റ്ററി കണ്ടുപിടിക്കാൻ തന്നെ ഒരു ഫുൾ ഡേ എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വേറെ എവിടെയും പോയിട്ടുണ്ടായില്ല. സോ ഇപ്പം ഞാൻ നോർത്ത് ഈസ്റ്റിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഞാനിപ്പോൾ ട്രെയിൻ കയറിയിട്ട് ബാംഗ്ലൂർ പോയിട്ട് അവിടുന്ന് ഹിച്ചൈക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണുള്ളത്. സോ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാൻ ഞാൻ ഷെമീന്റെ ഉമ്മാന്റെ അടുത്തൊക്കെ ബൈ പറഞ്ഞു. ഓക്കെ, കാണാം. ബൈ. ഓക്കെ, ശരി, വീണ്ടും കാണാം. ബൈ. ലെറ്റ്സ് ഗോ ഷെമി. ഷെമീന്റെ മോനും എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കും. അപ്പോൾ കുഞ്ചിതാ ഇവിടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവളും ഞാനും കൂടിയാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ കാനഡ വിസ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് കുറേ ടൈം ഉണ്ടാവും. അപ്പോൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഫസ്റ്റ് ആദ്യം ബയോമെട്രിക്സ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടിയിട്ടൊക്കെയാണ്, ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് ട്രാവൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. സ്പെയിൻ വിസയൊക്കെ കുറേ ദിവസമായിട്ട് കിട്ടിയെങ്കിലും ഞാനിപ്പോൾ വീണ്ടും പോയി വരണ്ടല്ലോ പറഞ്ഞിട്ടാണ്. നമ്മളിതാ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് മേടിക്കാൻ വേണ്ടി പോയതാണ്. ഇനി ഫുഡ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കാണ്ട് പോയാൽ ഇനി അവിടെ എത്തിയാൽ ഫുഡൊന്നും കിട്ടൂല. സോ ഫുഡെല്ലാം മേടിച്ചിട്ട് ഞാൻ ഓടി ഇവിടെ എത്തി. അവരിവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഓടിപ്പോയി മേടിച്ചതാ. ട്രെയിന് കുറച്ച് ലേറ്റാണ്, അല്ലെങ്കിൽ മേടിക്കാൻ പറ്റില്ലായിരുന്നു. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? 8 മണിയാവും. 8 മണിയാവും, അതുകൊണ്ട് കുഴപ്പമില്ല. സെറ്റ്. ഞങ്ങൾ രണ്ടുപേരും ബാഗിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. പൊറോട്ടയും ബീഫാണ് മേടിച്ചിട്ടുള്ളത്. അവസാനത്തെ ടേസ്റ്റി ഫുഡായിരിക്കും കേട്ടോ. അത് ഭയങ്കര ഓയിലാണല്ലോ. ടേസ്റ്റ് ഉണ്ടോ? ജനറൽ എടുത്തിട്ട് നമ്മൾ AC-ന്റെ അവിടെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഓടി കയറിയതാണ്. ശരിക്കും പറഞ്ഞാൽ കയറാൻ സമയം കിട്ടിയില്ല. അവിടെ വെയിറ്റ് ചെയ്തേ കയറാൻ പറ്റൂലായിരുന്നു. ജനറൽ കയറാൻ പറ്റൂലായിരുന്നു. നമ്മളിനി സ്ലീപ്പറിലേക്കും എല്ലാം മാറിയിട്ട് TT-നെ കണ്ടു നോക്കാം, അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെ. നമ്മളുണ്ടല്ലോ ഈ ട്രെയിനില് TT കണ്ടിട്ട് നമ്മളോട് ജനറലിലേക്ക് പോകാൻ പറഞ്ഞ് നമ്മളിങ്ങനെ നടന്നു പോണ വഴിക്ക് ഒരു വലിയ ഫാമിലിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഹായ് ഹായ്, ഇവിടെ കുറേ പേരുണ്ട്. ഹായ്. അപ്പൊ ഇവര് നമുക്ക് സീറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ കഴിച്ച് കടല കഴിച്ച്. താങ്ക് യു സോ മച്ച്. എവിടെ വരെ ഉള്ളേ? കോയമ്പത്തൂരാ? എല്ലാരും കോയമ്പത്തൂരാ? എന്താ ഫാമിലി ട്രിപ്പാ? ഓ, തഞ്ചാവൂര് പോണല്ലേ. ഓക്കെ, അടിപൊളി. ഓക്കെ, വേണ്ടാത്തോണ്ടാ, ഷുഗർ കഴിക്കാറില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു സീറ്റ് തന്നിട്ട് നമ്മൾ ഷെയർ ചെയ്തിരിക്കാൻ കേട്ടോ. ഇവരെല്ലാവരും ഉണ്ട്, ഇവര് ഫുൾ ഫാമിലി അങ്ങനെ ഉണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര സംസാരമായിരുന്നു. പേരെന്താ? അല്ല, മോളുടെ പേരെന്താണ്? പേര് കഴിക്കുന്നത് അൻവിക. ഓക്കെ, ഓക്കെ. ഓ, 27 പേരുടെ പേര് പറയുമ്പോ തന്നെ ഒരു ടൈം ആവുമല്ലോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. അവരിതാ കടല എന്താണ് മസാല കടല എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഷുഗർ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചില്ല. ഇതെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. എവിടെ എത്തി? ഷൊർണൂരാ? ഷൊർണൂർ എത്തിയോ? ഷൊർണൂർ എത്തിയില്ലേ? ഏതാ? ഫ്രണ്ടാണ്. അങ്ങോട്ട് പോവാം. എടുത്തു കൊടുക്കാം. കള്ളന്മാരൊക്കെ ഉണ്ടാവും ഫോൺ അടിച്ചു മാറ്റുന്ന.
ഓക്കെ താങ്ക് യു ബൈ ബൈ. മോളുടെ അമ്മയാണോ ആരോ നമുക്ക് ഒരു സീറ്റ് തന്നിട്ടുണ്ട്, അപ്പൊ തൊട്ടപ്പുറം ഉണ്ട്. ഓക്കെ, ഇപ്പൊ എവിടെ? ബാംഗ്ലൂര്, പിന്നെ അവിടുന്ന് അരുണാചൽ, നോർത്ത് ഈസ്റ്റ്. അറിയോ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ? ഓക്കെ ബൈ. ഓക്കെ താങ്ക് യു. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. RAC-കാരെയാണ് ഈ കാണുന്നത്. താഴെ ആർക്കും കൺഫേം സീറ്റ് ഇല്ല. സോ വെയിറ്റിംഗ് ലിസ്റ്റും പിന്നെ RAC-യും ഇതൊക്കെയാണ് ഉള്ളത്. ഇതാ ഈ ഒരു സീറ്റാണ് നമുക്ക് തന്നിട്ടില്ല കേട്ടോ. സോ നമ്മൾ രണ്ടുപേരും കൂടെ ഇരിക്കാം, കോയമ്പത്തൂർ വരെ ഇരിക്കാം, അത് കഴിഞ്ഞാൽ നമുക്ക് മാറാം. നല്ല ആൾക്കാരില്ലേ, നല്ല ഫാമിലി. കൊറേ സംസാരിച്ചിട്ട് വന്ന് കേറിക്കോനി സ്ഥലം പ്ലാന് നടന്നുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ അവരെ കണ്ടിട്ടുണ്ടായത്. 500 rupees കൊടുത്തിട്ട് നമുക്ക് 2 സീറ്റ് തന്നിട്ടുണ്ട്. TT പാവം TT ആണ്. ജീവിതത്തിലാദ്യമായിട്ട് ഇത്രയും പാവമായിട്ടുള്ള TT കാണുന്നല്ലേ. നല്ല ഒന്നും പറയാണ്ട് 2 സീറ്റിന് 1000 രൂപ പറഞ്ഞു. 1000 രൂപ പറഞ്ഞ് 500 രൂപക്ക് 2 സീറ്റ്, 500 രൂപയ്ക്ക് ഫ്രീ ആയിട്ട്. ഒരു സീറ്റ് ഫ്രീ എന്ന് പറഞ്ഞു. നല്ലൊരു എന്താ പറയാ, ഈ ഒരു ഹിന്ദിക്കാരനാ ഞാൻ ജീവിതത്തില് കണ്ടിട്ടില്ല. അത് അല്ലെങ്കിൽ ചൂടായിക്കൊണ്ടിരിക്കും അല്ലേ. നമ്പർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചോളാം പറഞ്ഞു. ആ സത്യം ഫുള്ള്. എന്നിട്ട് നമ്മളോട് പറഞ്ഞ് പെൺകുട്ടികൾ അങ്ങനെ ടിക്കറ്റ് ഇല്ലെങ്കിൽ പോന്ന് പറഞ്ഞ അങ്ങനെ ഒഴിവാക്കൂല അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നമ്മളിനി കിടന്നുറങ്ങട്ടെ. ഇതിപ്പോ നമ്മള് വേറൊരു സീറ്റ് ഇരിക്കുന്നത്, അപ്പുറത്താണ് സീറ്റുള്ളത്. നമുക്ക് രണ്ടുപേർക്കും 2 സീറ്റ് ഉണ്ട് കേട്ടോ. ഫൈനലി നമ്മളിതാ ഇവിടെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. യശ്വന്തൂരിലേക്കാണ് വന്നിട്ടുള്ളത്, കാരണം ട്രെയിൻ യശ്വന്തൂരാണ് ഉള്ളത്. സോ ഞാൻ ആലോചിക്കുന്നു, ഞാൻ ട്രാഫിക്കിലേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. എങ്ങനെ നമ്മൾ ട്രാഫിക്കിലേക്ക് ഇറങ്ങുന്നല്ലേ? നമുക്ക് വണ്ടി കിട്ടിയേ പറ്റും, അങ്ങോട്ട് പോകണം. നോക്കി നോക്കണം എങ്ങനെ പുറത്ത് കിടക്കും ട്രാഫിക്കിൽ നിന്നുള്ളത്. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കടന്നു വരെ ബൈ ബൈ.